പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഈസി ആയിട്ട് ഓർക്കിഡ് വളർത്തിയെടുക്കുവാൻ പറ്റുന്ന ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മളൊരു 5-6 ദിവസമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച തൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന വുഡിൻ്റെ വലുപ്പം അനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന വുഡിൻ്റെ വലുപ്പം അനുസരിച്ച് ഞാനിത് നടുവേ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ലോങ് വുഡൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഈ വാക്കത്തിയുടെ മാട് കൊണ്ട് തന്നെ നല്ലവണ്ണം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ശരിക്കും ചതച്ച് അതിൻ്റെ ഓരോ നാരുകളും വേർപെട്ട് നിൽക്കത്തക്ക രീതിയിൽ ചതച്ചെടുക്കണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. പെട്ടെന്ന് റൂട്ട് ഫോർമേഷൻ ഉണ്ടാകാനും അതുപോലെ റൂട്ടുകൾ പിടിച്ചിരിക്കാനും അവയ്ക്ക് എയർ സർക്കുലേഷൻ കിട്ടാനും ഒക്കെ ശരിക്കും നമ്മളിത് ചതച്ചെടുക്കണം. ചതയ്ക്കുന്ന മുഴുവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, ഞാനിതൊന്ന് ഓടിച്ചു വിടുകയാണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും തൊണ്ട് മുഴുവൻ നമ്മളിത് നല്ല രീതിയിൽ ചതച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ശരിക്കും കഴുകി ഇതിൻ്റെ കറകളൊക്കെ ശേഷിക്കുന്ന കറകളൊക്കെ കുറേ ഞെക്കി പിഴിഞ്ഞൊക്കെ കളയാവേ. ഈ വെള്ളത്തിലിട്ട് തന്നെ കുറേ കഴുകിയതിന് ശേഷം നമുക്ക് വേറെ നല്ല വെള്ളത്തിലും കൂടെ കഴുകിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുണ്ടല്ലോ, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ ഓർക്കിഡ് മൗണ്ട് ചെയ്താൽ ഏത് പിടിക്കാൻ പ്രയാസമുള്ള ഓർക്കിഡ്, നമ്മുടെ ഐനോപ്സിസ് ആണെങ്കിലും അല്ലെങ്കിൽ ടൊലുമിനി ആണെങ്കിലും ഒൻസീഡിയം വെറൈറ്റീസ് ആണെങ്കിലും ഏത് ഡെൻഡ്രോബിയം വെറൈറ്റീസ് പെട്ടതാണെങ്കിലും ഏത് വേണേലും പിടിക്കാൻ പ്രയാസമുള്ള ഓർക്കിഡ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് സെക്കൻഡ് ടൈംസ് ഒന്നുകൂടെ ഇത് ശരിക്കും ഇതിൻ്റെ കറയും കളറും എല്ലാം കളഞ്ഞ് നമ്മളൊന്ന് ശരിക്ക് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കുകയാണ്. 2 തവണ നമ്മൾ ഇത് കഴുകിയത് കൊണ്ട് ഇതിൻ്റെ കറ പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് മൂന്നാമത് ഒരു തവണ കൂടി ഇതൊന്ന് കഴുകിയെടുക്കാവേ. എത്രയും നല്ലവണ്ണം കറ കളഞ്ഞെടുക്കുന്നോ അത്രയും നല്ലതാണ് ഓർക്കിഡിൻ്റെ റൂട്ടുകൾ ഓടാനും റൂട്ടുകൾ പിടിക്കാനുമേ. ആ തൊണ്ടിൻ്റെ കറയുടെ ആ ഒരു അസിഡിറ്റിയിൽ ഓർക്കിഡിൻ്റെ പുതിയ റൂട്ടുകൾ വരുന്നത് മുരടിക്കുകയും പഴയ റൂട്ടുകൾ ചീഞ്ഞു പോവുകയും ചെയ്യുവേ. അതുകൊണ്ട് മാക്സിമം കറ കളഞ്ഞെടുക്കണം. ഇത്രത്തോളം തൊണ്ട് നമ്മൾ കറ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കാൽസ്യം നൈട്രേറ്റ് ഒരു അല്പം എടുത്ത്, ഇത് ഞാനിവിടെ 3 ലിറ്റർ വെള്ളം എടുത്തേക്കുന്നത്. അതിനൊരു 15 മില്ലിഗ്രാം മതിയോ. ഇതൊക്കെ ഒരു കൈയളവാണ്. ഏകദേശം ഒരു 15 മില്ലിഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ വെള്ളം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനെ ഈ പാത്രം എടുത്തൊന്ന് വട്ടം കറക്കി കൊടുത്താൽ മതി. പഞ്ചസാര ഉപ്പും പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അലുത്ത് ചേർന്നോളും വെള്ളത്തിൻ്റെ കൂടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ തന്നെ അത് മുക്കാലും അലുത്ത് കഴിഞ്ഞു. കണ്ടോ, അത് പൂർണ്ണമായിട്ടും അലുത്ത് ചേർന്നു. ഇനി നമുക്ക് നമ്മൾ ഞെക്കി പിഴിഞ്ഞ് വെച്ചേക്കുന്ന തൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം നമുക്ക് അതെടുക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും ഈ കാൽസ്യം നൈട്രേറ്റ് ഈ തൊണ്ട് മുഴുവൻ അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് തൊണ്ടിലെ അസിഡിറ്റി മുഴുവൻ ന്യൂട്രലൈസ് ആയി പോകും. കാൽസ്യവും നൈട്രജനും ഈ തൊണ്ടിൽ മുഴുവൻ പിടിക്കുകയും ചെയ്യും, തൊണ്ട് മുഴുവൻ അബ്സോർബ് ചെയ്യും. ഇത് ഇനി നമുക്കൊരു 3-4 ദിവസത്തേക്ക് എടുത്തൊന്ന് മാറ്റി വെച്ചേക്കാവേ. അതിന് ശേഷം എടുക്കാം. 3-4 ദിവസമെന്ന് ഞാൻ പറഞ്ഞിട്ടിപ്പം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് നമ്മളിത് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം ഈ തൊണ്ടിലെ ആ ഒരു അസിഡിറ്റി മുഴുവൻ ന്യൂട്രലൈസ് ആയി പോയിട്ടുണ്ട്. മാത്രമല്ല ഈ തൊണ്ട് നൈട്രജനെ അതുപോലെ കാൽസ്യവും എല്ലാം ശരിക്കും അബ്സോർബ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞ് ഓരോന്നെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ തൊണ്ടിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു കാൽസ്യവും നൈട്രജനും ഓർക്കിഡിൻ്റെ പുതിയ റൂട്ടുകൾ ഉണ്ടാകുന്നതിനും അതുപോലെ ചെടിയുടെ വളർച്ചയ്ക്കും എല്ലാം ഒരുപാട് പ്രയോജനകരമാകും. ഇലകളുടെ പച്ചപ്പും തഴപ്പും എല്ലാം നല്ല രീതിയിൽ ആകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ തൊണ്ടിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. നഴ്സറിക്കാരെല്ലാവരും തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാൽസ്യം നൈട്രേറ്റ് തൊണ്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അവർ ഓർക്കിഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തൊണ്ടുകൾ മുഴുവൻ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വെള്ളം വെറുതെ കളയണ്ട കേട്ടോ. ഇത് നമുക്ക് വേറെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇനിയും തൊണ്ടുകൾ മുക്കി വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെ മൗണ്ട് ചെയ്യണമെന്ന് കാണിക്കാം. അതിനായിട്ട് നമ്മളിത് ഇവിടെ ചതച്ചെടുത്ത തൊണ്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം ചതച്ച് പിഴിഞ്ഞ് പിന്നെ ഒരു ഇച്ചിരി കയറെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള വുഡ് പീസാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന തേക്കിൻ്റെ കഷ്ണങ്ങളാണ്. അതുകൊണ്ടൊരു എത്ര വർഷം കഴിഞ്ഞാലും 10-20 വർഷം കഴിഞ്ഞാലും ഇത് പോവത്തില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ ഇരുന്ന് ഒറ്റ പീസായിരുന്നു. അത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഈ നീളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ലാവ ബസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതേപോലെ കൊളുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ കൊളുത്ത് ഇതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് വെച്ച് ഇതേപോലെ നമുക്കൊന്ന് അടിച്ച് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചെടി നമുക്ക് ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്ലെയറും ഒരു ചുറ്റിക ഉണ്ടെങ്കിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ ഈ 2 കൊളുത്തുകളും നമ്മൾ അവത്തിൽ പിടിപ്പിച്ച് വരികയാണ്. കണ്ടോ, 2 കൊളുത്തും നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് 2ലും.
ഇനി ഒരു ഹാങ്ങറായിട്ട് നമുക്കൊരു കമ്പിയോ കയറോ വള്ളിയോ എന്ത് വേണമെങ്കിലും കെട്ടി നമുക്ക് ഈ ചെടി തൂക്കിയിടാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന തല്ലി ചതച്ചതുകൊണ്ട് നമ്മളൊന്ന് വലിച്ച് നീട്ടി അത് ഇച്ചിരി കൂടെ ഒന്ന് സോഫ്റ്റാക്കി ഇതേപോലെ തടിയിൽ റൗണ്ടായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അങ്ങേറ്റം ഇങ്ങേറ്റം എത്തത്തക്ക രീതിയിൽ റൗണ്ടായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. ഇനി എത്തുന്നില്ല എങ്കിൽ വേറെ അഡീഷണൽ തൊണ്ട് പീസ് വല്ലതും വേണമെങ്കിൽ വെച്ച് കൊടുത്തോണം. കണ്ട ഇതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കും. ഇനി നമുക്ക് ഈ ചെറുകയറെടുത്ത് ഇതേ താഴത്തേക്ക് ഇച്ചിരി നീളം കൂടുതലിടണം. അവസാനം കെട്ടിയെടുക്കാനായിട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ മേളിൽ 1-2 ചുറ്റ് ഇങ്ങനെ വന്ന് ആ തടിയിൽ ചുറ്റിയതിന് ശേഷം എങ്കിലേ ആ തൊണ്ടിൻ്റെ ഒരു വലിവ് കിട്ടത്തുള്ളൂ. അതിന് ശേഷം ഈ തൊണ്ടിലേക്ക് ഇങ്ങനെ മുറുക്കി നമ്മൾ ചുറ്റി കൊടുക്കുക. കണ്ടോ, ഒത്തിരി ഒന്നും ചുറ്റേണ്ട കാര്യമില്ല, 1-2 ചുറ്റിൻ്റെ ആവശ്യമേ കേട്ടോ. ഞാനിതങ്ങ് കയറിച്ചിരി ഏറെ ഉള്ളതുകൊണ്ട് അങ്ങ് ചുറ്റിയേക്കുന്നതേ ഉള്ളൂ. ഇപ്പം കയറ് തന്നെ വേണമെന്നില്ല, വല്ല കമ്പിയിട്ട് വലിച്ച് കെട്ടുവോ കമ്പിയിട്ട് ചുറ്റി കെട്ടുവോ അല്ലെ പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിക്കുക, എന്ത് വേണേലും ചെയ്യാം. കയറിച്ചിലൂടെ നേച്ചർ ഫ്രണ്ട്ലി ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ കയറെടുത്തുന്നേ ഉള്ളേ. അപ്പോൾ ഇവിടെ ഇതുപോലെ താഴത്ത് കൊണ്ടുവന്നിട്ട് ഈ തൊണ്ടയിലല്ലാതെ ഈ തടി കഷ്ണത്തിൽ ഒരു 2 ചുറ്റൂടെ ചുറ്റി വെച്ചിട്ട് എങ്കിൽ നമുക്ക് നല്ല ബലത്തിന് വലിക്കാൻ പറ്റും. അപ്പം മുറുകിയിരിക്കും എന്നുവേ. അപ്പം ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇതേപോലെ അങ്ങ് വലിച്ച് കെട്ടുക. കയറെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഈ കയറാകുമ്പം കുറേ കഴിയുമ്പോൾ ദ്രവിച്ചു പോവുകയല്ലേ എന്ന്. പക്ഷേ അതങ്ങനെയല്ല. കയറ് ദ്രവിച്ചു പോകുന്നതിനിപ്പുറം തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ വേരുകൾ ഇതിലേക്ക് ശരിക്ക് പിടിച്ചിരിക്കും. നല്ല ഭംഗിക്ക് നമ്മളത് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ നീളം മിച്ചമുള്ള ഭാഗം നമുക്കൊരു കത്തിക്കങ്ങ് കണ്ടിച്ച് കളയാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന വുഡിൽ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേതും കൂടെ റെഡിയാക്കുന്ന ഒരു വീഡിയോ കാണിച്ച് ഞാൻ നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഏതൊരു കെട്ടും കെട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ വരണം, ഇതേപോലെ നേരെ ആയിരിക്കണം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിച്ചാൽ ഒരിക്കലും അഴിഞ്ഞോ ഊരിയോ പോകത്തില്ല. അത് പണ്ടൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള കെട്ടിന് ആൺകെട്ടെന്ന് പറയും, നേരെ തിരിച്ച് വരുന്നതിന് പെൺകെട്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ വുഡ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കുറച്ച് ചകിരി ഇരിഞ്ഞെടുക്കാം. ഇരിഞ്ഞെടുത്തിട്ട് ഇത് ശരിക്കും തിരുമ്മി ഇതിൻ്റെ മീതെയുള്ള ചകിരിച്ചോറ് മുഴുവൻ നമ്മൾ കളയണം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഓർക്കിഡിൻ്റെ ചോട് ഭാഗത്ത് ഒരു ഈർപ്പത്തിന് വേണ്ടി, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാനാണ്. പുതിയ റൂട്ടുകൾ പെട്ടെന്ന് ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും. വുഡിലെ കയറ് ചുറ്റുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ നല്ല റൗണ്ടിന് കുറേയേറെ കയറുണ്ടെങ്കിൽ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ ഷേപ്പിലൊക്കെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. ഇത് നമ്മുടെ ഒരു പാരിഷിയാണ്. ഇത് നമ്മൾ 2 കൊല്ലം മുമ്പേ ഇങ്ങനെ ആക്കിയെടുത്തതായിരുന്നു. അപ്പോൾ കണ്ടായിരുന്നു, കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഇത് നമ്മളിന്ന് മൗണ്ട് ചെയ്യാനായിട്ട് ഈ 2 ലാവാ ബസ്റ്റാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, 2 നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഷ്ടംപോലെ റൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റാണ്. കണ്ടോ, അയ്യോ ഇതിൽ മുട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് കണ്ടില്ലായിരുന്നു. 2 കൊല്ലം മുട്ടുണ്ട്. എന്തായാലും ഇതൊരു സർപ്രൈസായി കേട്ടോ. ഏതായാലും നമ്മൾ മൗണ്ട് ചെയ്യാനെടുത്തതിനെ നമ്മൾ മൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുന്നു. അപ്പം മൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇനിച്ചൂടൊക്കെ ഒരു ഊർജ്ജം കിട്ടിക്കോളും. ഇപ്പോൾ ഇതിൽ നിന്ന് നിലവിൽ അവനൊന്നും കിട്ടാനില്ല, ഈർപ്പമൊന്നും കിട്ടാനില്ല. കൊടുക്കുന്ന ഫെർട്ടിലൈസർ സ്പ്രേ മാത്രമേ കിട്ടാനുള്ളൂ. ആദ്യം നമുക്ക് നമ്മുടെ മുട്ട ഉള്ളതിനെ തന്നെ അങ്ങ് മൗണ്ട് ചെയ്യാവേ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ചുമ്മാ ഈ തടിയിൽ അങ്ങ് വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അല്ലാണ്ട് ഇതിൽ നാച്ചുറലായിട്ടുള്ള ഫംഗീസോ അല്ലെങ്കിൽ മോയ്സ്ചറോ ഒന്നുമില്ല. ചുമ്മാ അങ്ങ് ഇത് കണ്ടില്ലേ, ഈസി ആയിട്ടങ്ങ് ഇളകിപ്പോരുക. കണ്ടോ, അതിനകത്ത് പണ്ട് വെച്ചിരുന്ന തൊണ്ടിൻ്റെ അംശങ്ങളെല്ലാം ദ്രവിച്ചു. അതെല്ലാം നമുക്കൊന്ന് പതുക്കെ ക്ലീൻ ചെയ്ത് കുട്ടിക്കുടഞ്ഞൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ റൂട്ടുകൾ ഒടിയാതെ നോക്കണം. റൂട്ടുകൾ ഒടിഞ്ഞാൽ ഒടിവിന് താഴെ കൊണ്ട് മിക്കവാറും റൂട്ട്സ് ഡ്രൈ ആയി പോകും കേട്ടോ. അതുകൊണ്ട് റൂട്ടുകൾ ഒടിയാതെ നോക്കണം. ഇനി നമുക്ക് ഇതേപോലെ ഏതാണോ അതിൻ്റെ ഒരു ഭംഗിയുള്ള വശം, വുഡിൻ്റെ ഭംഗിയുള്ള വശം എന്ന് വെച്ചാൽ എങ്ങനെ വെച്ചാലാണ് ഭംഗി എന്നുള്ളത് നോക്കി അതുപോലെ അങ്ങ് വയ്ക്കുക. ഇതേപോലെ അങ്ങ് വെക്കുക. പിന്നെ നമ്മൾ മുമ്പേ എടുത്ത് വെച്ച ചകിരി കഷ്ണങ്ങളില്ലേ, അപ്പോൾ ആ ചകിരി കഷ്ണങ്ങളെടുത്ത് ഈ വേരിന് മീതെ ഒന്ന് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ലെയർ അങ്ങനെ ചുമ്മാ അങ്ങ് വെച്ച് കൊടുക്കുക. ഒത്തിരി കട്ടിക്ക് വെച്ച് കൊടുക്കല്ലേ, വളരെ ലൈറ്റായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് റൂട്ട്സ് നോക്കണേ. ഈ എയറിൽ നിൽക്കുന്ന റൂട്ട്സ് ഉണ്ട്, ആ റൂട്ട്സിന് മീതെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടരുത്. ആ റൂട്ട്സിനെ സ്വതന്ത്രമായി തന്നെ വിടണം. എയർ റൂട്ട്സ് ഏതെന്ന് ചോദിച്ചാൽ ഇത് കണ്ട, ഇവയാണ് എയർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ. അവ തടിയിൽ പിടിക്കാതെ എയറിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന റൂട്ട്സാണ്. അവ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഈർപ്പത്തിൽ നിന്നും ആവശ്യമുള്ള സംഗതികളൊക്കെ വലിച്ചെടുക്കുന്നതാണ്. അതിനെ നമ്മൾ പൊതിഞ്ഞ് കെട്ടരുത്, അത് നശിച്ചു പോകും ആ റൂട്ട്. പിന്നീട് നമ്മൾ ഇതേപോലെ കയറെടുത്ത് മുമ്പലത്തെ പോലെ തന്നെ കയറിൻ്റെ തുമ്പ് താഴേക്ക് ഇച്ചിരി നീട്ടിയിട്ടുകൊണ്ട് നമ്മൾ ആദ്യം ഈ തടിക്കഷ്ണത്തിൽ ഒന്ന് ചുറ്റുക. അതിനുശേഷം നമ്മളിത് ഇതേപോലെ റൂട്ട് പോവാതെ
വളരെ സൂക്ഷിച്ച്. എന്നെ സംബന്ധിച്ച് ഇതിലിപ്പോൾ 2 റിസ്ക്കാണ്. ഒന്ന് മുട്ടും പോവരുത്, 2 റൂട്ടും ഒടിയരുത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ റൂട്ടിലിട്ട് ഇങ്ങനെ കയറിട്ട് വലിക്കുമ്പോൾ ചുമ്മാ വെറുതെ അങ്ങ് വെച്ച് കൊടുത്തൊന്ന് ഉടക്കിയാൽ മാത്രം മതി. വലിയ വലിക്കരുത്, ബലം കൊടുക്കരുത്. ബലം കൊടുത്താൽ റൂട്ട് അവിടെ കൊണ്ട് ഒടിയും. ഒടിഞ്ഞതിന് താഴേക്കുള്ള ഭാഗം മിക്കവാറും റൂട്ട് പോവുകയും ചെയ്യും കേട്ടോ. ചെടിക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് റൂട്ടിന് മീതെ ഇങ്ങനെ കയറ് ചുറ്റുമ്പോൾ വളരെ സൂക്ഷിച്ച് റൂട്ട് ഒടിയാതെ പതുക്കെ അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. ഒട്ടും ബലം കൊടുക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ ഇവിടെ എയർ ലിഫ്റ്റിംഗ് റൂട്ടിൻ്റെ ഭാഗം വരുമ്പോഴും ശ്രദ്ധിക്കണം. എയർ റൂട്ടിന് താഴെ കൂടെ ചുറ്റിയെടുക്കണം. എയർ റൂട്ടിനെ നമ്മൾ വലിച്ചു മുറുക്കി കെട്ടരുത് കേട്ടോ. വലിച്ചു മുറുക്കി ഒരു റൂട്ടിനെയും കെട്ടരുത്. എയർ റൂട്ടിനെ മീതെ കൂടെ നമ്മൾ ഒരിക്കലും കയറ് കെട്ടുകയും ചെയ്യരുത്. ഇതേപോലെ സാവധാനം നമ്മളങ്ങ് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ചുറ്റലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് താഴെ കൊണ്ടുവന്ന് ആ തടിയേൽ ഒരു റൗണ്ടും കൂടെ ചുറ്റണം. തൊണ്ടയിലല്ലാണ്ട് തടിയേൽ ഒരു റൗണ്ട് ചുറ്റിയെടുത്തിട്ട് വേണം നമുക്ക് വലിച്ച് കെട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ ആ വലിവ് മുഴുവൻ ഉണ്ടല്ലോ ഈ റൂട്ടേൽ വരും, തൊണ്ടയിലും റൂട്ടയിലും വരുവേ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം ആ തടി കഷ്ണത്തെ ചുറ്റിയ ഭാഗം നമുക്ക് ഒന്നിവിടെ കൊണ്ടുവന്ന് വലിച്ചൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം. തടിയെ ചുറ്റിയേക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര വലിച്ചാലും എത്ര മുറുക്കി കെട്ടിയാലും റൂട്ടിന് ഒടിവൊന്നും വരത്തില്ല കേട്ടോ. ആ തടിയേലെ ആ ചുറ്റിൻ്റെ ബലം വരത്തുള്ളൂ, ആ വലിവിൻ്റെ ബലം വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതും ഏകദേശം കെട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കെട്ടി. ഇനി നമുക്ക് ഈ ശേഷിക്കുന്ന കയറൊന്ന് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ തൊണ്ടിൻ്റെ ഭാഗങ്ങൾ വേര് പോകാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേര് പോവാതെ പ്രത്യേകം നോക്കണേ. ആ കട്ട് ചെയ്താലും ഇല്ലെല്ലാം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചെയ്യുമ്പോൾ ഒരു വൃത്തി വേണമല്ലോ, അതിനങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒൻസീഡിയോ ഡെൻഡ്രോബിയോ ഒന്നും മാത്രമല്ല ഫെലനോപ്സിസും എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ഫെലനോപ്സിസൊക്കെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ മൗണ്ട് ചെയ്താൽ പിടിച്ച് കിട്ടുന്നതാണേ. ഓക്കെ, അപ്പം നമ്മുടെ ഒരു മൗണ്ടിങ് കഴിഞ്ഞു. അപ്പോൾ അവനെ നമ്മൾ മാറ്റി വെച്ച് ഇനി നമ്മൾ അടുത്തതിനെ എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഏതായാലും വീഡിയോ കാണിക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്ത് ഇടുകയാണ്. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകല്ലേ. അപ്പോൾ ഇത് രണ്ടാമത്തേത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അത് നമുക്ക് വൃത്തിക്കൊന്ന് കട്ട് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെടിയല്ല, ഈ തൊണ്ടിൻ്റെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ അതേ ഉള്ളൂ. അപ്പോൾ രണ്ടും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ മൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെ മൗണ്ടിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മളതിനെ ഒന്ന് നനയ്ക്കാനായിട്ട് ഇങ്ങോട്ട് മാറ്റി തൂക്കിയിരിക്കുകയാണ്. നമ്മളൊരു കമ്പി കൊണ്ട് വളച്ചൊരു ഹാങ്ങറൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആശാനെ അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് നമ്മൾ നനച്ചൂടെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴേ. അപ്പോൾ ഇത് ലാവാ ബസ്റ്റ് റെഡാണ്. അപ്പം ഇതിൻ്റെ മുട്ടുകൾ വിരിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ മുട്ടുകൾ ഇപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട്. അത് നമുക്കൊരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഈ മുട്ടുകൾ നമ്മൾ കണ്ടില്ലായിരുന്നു, ഇന്നിപ്പോൾ എടുക്കുമ്പോഴാണ് കാണുന്നത്. ഏതായാലും ഇതൊരു മുട്ടുണ്ടെന്നുള്ള ഇതിൽ വളരെ സന്തോഷം. ഏതായാലും നമുക്കിത് ഇനി പൂവാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. 2-3 മാസം കൂടി നമ്മൾ ഇടുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് വീഡിയോകളൊന്നും നമ്മുടെ അടുത്ത് അപ്ലോഡൊന്നും ചെയ്തില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദം ആകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.